നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എജ്യൂടെക്. ഖാദി ബോർഡ് LDC മൂന്നാം ഘട്ട പരീക്ഷയുടെ ചോദ്യങ്ങളുടെ റിലേറ്റഡ് ഫാക്ട്സിന്റെ ഡിസ്കഷനാണ്. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, ജീവിത രസങ്ങൾ എന്ന പേരിൽ ആത്മകഥ എഴുതിയ കലാകാരൻ ആരാണ്? ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ. ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥയാണ് ജീവിത രസങ്ങൾ. PSC ചോദിക്കുന്ന പ്രശസ്തമായ ആത്മകഥകൾ. 1. എൻ്റെ വഴിയമ്പലങ്ങൾ ആരുടെ ആത്മകഥയാണ്? എൻ്റെ വഴിയമ്പലങ്ങൾ SK പൊറ്റക്കാട്ടിൻ്റെ ആത്മകഥയാണ്. SK പൊറ്റക്കാട്ടിൻ്റെ ആത്മകഥയാണ് എൻ്റെ വഴിയമ്പലങ്ങൾ. പതറാതെ മുന്നോട്ട് K കരുണാകരന്റെ ആത്മകഥയാണ്. പതറാതെ മുന്നോട്ട് K കരുണാകരൻ. തുടിക്കുന്ന താളുകൾ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ആത്മകഥയാണ്. തുടിക്കുന്ന താളുകൾ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ആത്മകഥയാണ്. കണ്ണീരും കിനാവും VT ഭട്ടതിരിപ്പാട്. കണ്ണീരും കിനാവും VT ഭട്ടതിരിപ്പാട്. കാവ്യലോക സ്മരണകൾ വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ ആത്മകഥയാണ് കാവ്യലോക സ്മരണകൾ. കഴിഞ്ഞ കാലം KP കേശവമേനോൻ. കഴിഞ്ഞ കാലം KP കേശവമേനോൻ. കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരി. കഴിഞ്ഞ കാലം KP കേശവമേനോന്റെ ആത്മകഥ. കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥ. എൻ്റെ കഥ ആരുടെ ആത്മകഥയാണ്? കമലാ സുരയ്യ അഥവാ മാധവിക്കുട്ടി. മാധവിക്കുട്ടിയുടെ ആത്മകഥയാണ് എൻ്റെ കഥ. എൻ്റെ കഥ. എൻ്റെ ജീവിത സ്മരണകൾ ആരുടെ ആത്മകഥയാ? മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയാണ് എൻ്റെ ജീവിത സ്മരണകൾ. എൻ്റെ ജീവിത സ്മരണകൾ. ഓർമ്മയുടെ അറകൾ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആത്മകഥയാണ് ഓർമ്മയുടെ അറകൾ. ഓർമ്മയുടെ ഓളങ്ങളിൽ G ശങ്കരക്കുറുപ്പ്. ഓർമ്മയുടെ തീരങ്ങളിൽ തകഴി ശിവശങ്കരപ്പിള്ള. ഓർമ്മയുടെ അറകൾ ബഷീർ. ഓർമ്മയുടെ തീരങ്ങളിൽ തകഴി ശിവശങ്കരപ്പിള്ള. ഓർമ്മയുടെ ഓളങ്ങളിൽ G ശങ്കരക്കുറുപ്പ്. അപ്പോൾ നമ്മുടെ ഹർഷിതം എജ്യൂടെക് ആപ്പിൽ LDC LGS ക്ലാസ്സുകൾ നടന്നു വരികയാണ്. അഡ്മിഷൻ ഇപ്പോഴും ഓപ്പൺ ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിലും ജോയിൻ ചെയ്യാം. LDCയുടെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. അപ്പോൾ അനുയോജ്യമായ ഒരു ഡിസ്ട്രിക്റ്റ് ചൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ തീരുമാനം തെറ്റാതെ തന്നെ അപ്ലൈ ചെയ്യുക. അപ്പോൾ LDC ആയാലും LGS ആയാലും ഫുൾ സിലബസ് കവറേജ് ആണ്. ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ട SCERT ചാപ്റ്ററും കൂടെയാണ് കവർ ചെയ്തു പോകുന്നത്. പരീക്ഷാ ഹാളിൽ നിങ്ങൾ കയറുന്നത് വരെ ആ സമയം വരെ എൻ്റെ സപ്പോർട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഏത് സമയത്ത് വേണമെങ്കിലും എന്നോട് ഡൗട്ട് ചോദിക്കാനുള്ള ഫെസിലിറ്റി നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. പേഴ്സണൽ മെന്റർഷിപ്പ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എത്രയും വേഗം തന്നെ ഈ ഒരു ചാൻസ്, ഈ LDC LGS എന്ന് പറയുന്നത് 3 വർഷത്തിൽ ഒരിക്കൽ വരുന്ന സുവർണ്ണ അവസരമാണ്. ആ ഒരു അവസരം നിങ്ങൾ പാഴാക്കി കളയരുത്. ഇത്രയും വേഗം തന്നെ അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ അപ്ലൈ ചെയ്തേക്കാം. LGSന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ വരാനിരിക്കുവാണ്. അപ്പോൾ നമ്മുടെ ഹർഷിതം എജ്യൂടെക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എജ്യൂടെക് എന്ന് സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് ആപ്പ് കിട്ടുന്നതായിരിക്കും. എല്ലാ ക്ലാസ്സുകളും എല്ലാ സബ്ജക്റ്റും ഞാൻ തന്നെയാണ് എടുക്കുന്നത്. ഫുൾ സിലബസ് കവറേജ് ആണ്. ഒട്ടും ഒരു ടോപ്പിക് പോലും ഡൗട്ട് ഇല്ലാത്ത രീതിയിൽ അത്രയും ഡീപ്പായിട്ടാണ് നിങ്ങളെ പഠിപ്പിച്ചു പോകുന്നത്. അപ്പോൾ ഈ ഒരു അവസരം മാക്സിമം പ്രയോജനപ്പെടുത്താം. ഓക്കെ, സമരത്തീച്ചൂളയിൽ ആരുടെ ആത്മകഥയാ? EK നായനാർ. EK നായനാരുടെ ആത്മകഥയാണ് സമരത്തീച്ചൂളയിൽ. സമരം തന്നെ ജീവിതം BS അച്യുതാനന്ദൻ. BS അച്യുതാനന്ദന്റെ ആത്മകഥയാണ് സമരം തന്നെ ജീവിതം. അപ്പൊ എൻ്റെ വഴിയമ്പലങ്ങൾ SK പൊറ്റക്കാട്ട്. എൻ്റെ വഴിയമ്പലങ്ങൾ SK പൊറ്റക്കാട്ട്. ഓർമ്മയുടെ തീരങ്ങളിൽ തകഴി ശിവശങ്കരപ്പിള്ള. ഓർമ്മയുടെ ഓളങ്ങളിൽ G ശങ്കരക്കുറുപ്പ്. ഓർമ്മയുടെ അറകൾ ബഷീർ. തുടിക്കുന്ന താളുകൾ ചങ്ങമ്പുഴ. കാവ്യലോക സ്മരണകൾ വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. കണ്ണീരും കിനാവും VT ഭട്ടതിരിപ്പാട്. കഴിഞ്ഞ കാലം KP കേശവമേനോൻ. കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരി. എൻ്റെ കഥ മാധവിക്കുട്ടി. സമരത്തീച്ചൂളയിൽ EK നായനാർ. സമരം തന്നെ ജീവിതം BS അച്യുതാനന്ദൻ. അടുത്ത ചോദ്യം, കേരള സിംഹം എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? സർദാർ KM പണിക്കരാണ് കേരള സിംഹം എന്ന കൃതിയുടെ കർത്താവ്. മലബാർ കലാപത്തെ പശ്ചാത്തലമാക്കി കുമാരനാശാൻ എഴുതിയ കൃതി ഏതാ? ദുരവസ്ഥ. ദുരവസ്ഥ.
കുമാരനാശാൻ മലബാർ കലാപത്തെ പശ്ചാത്തലമാക്കി എഴുതിയ കൃതിയാണ് ദുരവസ്ഥ. ഓർക്കുക, ദുരവസ്ഥ. പി സി കുട്ടിക്കൃഷ്ണന്റെ തൂലികാനാമം ഉറൂബ്. മലബാർ കലാപം പശ്ചാത്തലമാക്കി സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവൽ എഴുതിയതാരാണ്? ഉറൂബാണ്. മലബാർ കലാപം പശ്ചാത്തലമാക്കി സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവൽ എഴുതിയതാരാണ്? ഉറൂബാണ്. എ ശ്രീധര മേനോൻ കേരള ചരിത്രം, കേരള രാഷ്ട്രീയ ചരിത്രം, കേരള സംസ്കാരം, കേരള ചരിത്ര ശില്പികൾ എന്നീ പുസ്തകങ്ങളുടെ രചയിതാവാണ് എ ശ്രീധര മേനോൻ. കേരള ചരിത്രം, കേരള രാഷ്ട്രീയ ചരിത്രം, കേരള സംസ്കാരം, കേരള ചരിത്ര ശില്പികൾ എന്നീ പുസ്തകങ്ങളുടെ രചയിതാവാരാണ്? എ ശ്രീധര മേനോനാണ്. ജാതി വ്യവസ്ഥയും കേരള ചരിത്രവും PSC ചോദിച്ചിട്ടുണ്ട്. ജാതി വ്യവസ്ഥയും കേരള ചരിത്രവും എന്ന പുസ്തകത്തിന്റെ രചയിതാവ് പി കെ ബാലകൃഷ്ണനാണ്. പി കെ ബാലകൃഷ്ണനാണ് ജാതി വ്യവസ്ഥയും കേരള ചരിത്രവും എന്ന പുസ്തകത്തിന്റെ രചയിതാവ് പി കെ ബാലകൃഷ്ണൻ. കേരളത്തിന്റെ ഇന്നലകൾ എന്ന പുസ്തകത്തിന്റെ രചയിതാവാര? കെ എൻ ഗണേഷ് ആണ് കേരളത്തിന്റെ ഇന്നലകൾ എന്ന പുസ്തകത്തിന്റെ രചയിതാവ്. ജാതി വ്യവസ്ഥയും കേരള ചരിത്രവും പി കെ ബാലകൃഷ്ണൻ. കേരള ചരിത്രം, കേരള രാഷ്ട്രീയം, കേരള സംസ്കാരം, കേരള ചരിത്ര ശില്പികൾ എന്നീ പുസ്തകങ്ങളുടെ രചയിതാവ് എ ശ്രീധര മേനോൻ. പുന്നപ്ര വയലാർ സമരത്തെ പശ്ചാത്തലമാക്കി പി കേശവദേവ് രചിച്ച നോവൽ ഏതാണ്? ഉലക്ക എന്ന നോവലിന്റെ രചയിതാവ് പി കേശവദേവ് ആണ്. പ്രമേയം എന്തായിരുന്നു? പുന്നപ്ര വയലാർ സമരം. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് ഇരുമ്പഴിക്കുള്ളിൽ എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് ഇരുമ്പഴിക്കുള്ളിൽ എന്ന ഗ്രന്ഥം രചിച്ചത് വി എ കേശവൻ നായരാണ്. വി എ കേശവൻ നായർ. ചിരസ്മരണ എന്ന നോവൽ രചിച്ചത് ആരാണ്? ചോദിച്ചിട്ടുണ്ട്. നിരഞ്ജനയാണ് ചിരസ്മരണ എന്ന നോവൽ രചിച്ചത്. എന്തുവായിരുന്നു പ്രമേയം? കയ്യൂർ സമരം വർഷം 1941. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ചിരസ്മരണ എന്ന നോവൽ രചിച്ചത് ആരാണ്? നിരഞ്ജന. ഓർക്കുക. തുഹഫത്തുൽ മുജാഹിദീൻ രചിച്ചതാരാ? ഷെയ്ഖ് സൈനുദ്ദീൻ ആണ് തുഹഫത്തുൽ മുജാഹിദീൻ രചിച്ചത്. ഫത്ഹുൽ മുബീൻ രചിച്ചത് ആരാണ്? ഖാസി മുഹമ്മദ് ആണ് ഫത്ഹുൽ മുബീൻ രചിച്ചത്. മതിലകം രേഖകൾ എന്ന കൃതിയുടെ രചയിതാവ്? മതിലകം രേഖകൾ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് എസ് ഉമാമഹേശ്വരി. മതിലകം രേഖകൾ എസ് ഉമാമഹേശ്വരി. പഴശ്ശി സമരങ്ങൾ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം രചിച്ചതാരാ? കെ എൻ കുറുപ്പാണ് പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം രചിച്ചത്. കെ എൻ കുറുപ്പ്. ഖിലാഫത്ത് സ്മരണകൾ രചിച്ചതോ? എം ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്. ചോദ്യം. കേരള സിംഹം എന്ന കൃതിയുടെ കർത്താവ് സർദാർ KM പണിക്കർ. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കരാണ്. ഖിലാഫത്ത് സ്മരണകൾ എം ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്. പഴശ്ശി സമരങ്ങൾ കെ എൻ കുറുപ്പ്. ജാതി വ്യവസ്ഥയും കേരള ചരിത്രവും പി കെ ബാലകൃഷ്ണൻ. എസ് ഉമാമഹേശ്വരിയുടെ പുസ്തകമാണ് മതിലകം രേഖകൾ. എ ശ്രീധരമേനോന്റെ പുസ്തകങ്ങളാണ് കേരള ചരിത്രം, കേരള രാഷ്ട്രീയ ചരിത്രം, കേരള സംസ്കാരം, കേരള ചരിത്ര ശില്പികൾ എന്നിവ. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ചിരസ്മരണ എന്ന നോവൽ രചിച്ചത് നിരഞ്ജനയാണ്. ഉറൂബ് PC കുട്ടിക്കൃഷ്ണൻ. മലബാർ കലാപം പശ്ചാത്തലമാക്കി സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവൽ എഴുതിയത് ഉറൂബാണ്. മലബാർ കലാപത്തെ പശ്ചാത്തലമാക്കി കുമാരനാശാൻ എഴുതിയ കൃതി ഏതാ? ദുരവസ്ഥ എന്ന കൃതി മലബാർ കലാപത്തെ പശ്ചാത്തലമാക്കി രചിച്ചതാരാണ്? കുമാരനാശാൻ. ഉലക്ക എന്ന നോവൽ രചിച്ചത് പി കേശവദേവ് ആണ്. പുന്നപ്ര വയലാർ സമരത്തെ പശ്ചാത്തലമാക്കി. വി എ കേശവൻ നായർ. കീഴരിയൂർ ബോംബ് കേസ് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ്. വർഷം 1942. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് ഇരുമ്പഴിക്കുള്ളിൽ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? വി എ കേശവൻ നായർ. ഓർക്കുക. അടുത്ത ചോദ്യം. ചന്ദ്രയാൻ 2 ദൗത്യത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ചെയർമാൻ ആരായിരുന്നു? ചന്ദ്രയാൻ 2 ആണ് ചോദിച്ചത്. കെ ശിവൻ ആയിരുന്നു ചന്ദ്രയാൻ 2 ദൗത്യത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ചെയർമാൻ. 2019 ജൂലൈ മാസം 22-നാണ് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത്. പക്ഷേ സാങ്കേതിക തകരാറ് കാരണം വിക്രം ലാൻഡർ, ചന്ദ്രയാൻ 2ന്റെ വിക്രം ലാൻഡർ ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇടിച്ചിറങ്ങുകയാണ് ഉണ്ടായത്.
ചന്ദ്രയാൻ 3 വളരെ ഇമ്പോർട്ടന്റ് ആണ്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് 2023 ജൂലൈ മാസം 14 ഉച്ചയ്ക്ക് 2:35 2023 ജൂലൈ മാസം 14 2023 ജൂലൈ മാസം 14 ഉച്ചയ്ക്ക് 2:35 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. വിക്ഷേപണ സമയത്ത് ISRO ചെയർമാൻ ആരായിരുന്നു? എസ് സോമനാഥ് ആയിരുന്നു. ചന്ദ്രയാൻ 3യുടെ വിക്ഷേപണ സമയത്ത് ISRO ചെയർമാൻ. ചന്ദ്രന്റെ ഉപരിതലത്തിൽ ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡ് ചെയ്ത ഡേറ്റ് എന്ന 2023 ഓഗസ്റ്റ് 23 2023 ഓഗസ്റ്റ് മാസം 23 ചന്ദ്രന്റെ ഉപരിതലത്തിൽ ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡ് ചെയ്തത്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ പേടകമിറക്കുന്ന ആദ്യത്തെ രാജ്യമായി ഇന്ത്യ. ഇപ്പൊ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ പേടകമിറക്കുന്ന ആദ്യത്തെ രാജ്യമായി ഇന്ത്യ. ISROയുടെ ചെയർമാൻ എസ് സോമനാഥ് ആയിരുന്നു. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച സമയത്ത് ISROയുടെ ചെയർമാൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ എസ് സോമനാഥ്. ചന്ദ്രയാൻ 3യുടെ പ്രോജക്ട് ഡയറക്ടർ പി വീരമുത്തുവേൽ ആണ് ചന്ദ്രയാൻ 3യുടെ പ്രോജക്ട് ഡയറക്ടർ. ഡെപ്യൂട്ടി പ്രോജക്ട് ഡയറക്ടർ ആരാണ് എന്ന് ചോദിച്ചാൽ കെ കൽപ്പനയാണ് ഡെപ്യൂട്ടി പ്രോജക്ട് ഡയറക്ടർ. ഇനി VSSCയുടെ ഡയറക്ടർ ചന്ദ്രയാൻ 3യുടെ വിക്ഷേപണ സമയത്ത് VSSCയുടെ ഡയറക്ടർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഉണ്ണികൃഷ്ണൻ നായർ. ഓക്കെ, അടുത്ത ചോദ്യം. ഇന്ത്യയിൽ സമൂഹശാസ്ത്രം സോഷ്യോളജി എന്ന പഠനശാഖ ആദ്യമായി ആരംഭിച്ചത് ഏത് സർവകലാശാലയിലാണ്? ബോംബെ യൂണിവേഴ്സിറ്റിയിലാണ് ഇന്ത്യയിൽ സമൂഹശാസ്ത്രം എന്ന പഠനശാഖ ആദ്യമായിട്ട് ആരംഭിച്ചത്. ബോംബെ യൂണിവേഴ്സിറ്റി. ഈ സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠനം നടത്തിയ കമ്മീഷൻ ഏതാ? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ. ഓർക്കുക, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. വർഷം 1948 സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനം മുഖ്യ ലക്ഷ്യമായ കമ്മീഷൻ ഏതാണ് എന്ന് ചോദിച്ചാൽ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷനാണ്. മുതലിയാർ കമ്മീഷൻ, ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ 1952 സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനം മുഖ്യ ലക്ഷ്യമാക്കിയ കമ്മീഷൻ. സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനം മുഖ്യ വിഷയമായ കമ്മീഷൻ ഏതാണ്? മുതലിയാർ കമ്മീഷൻ. ഇനി DS കോത്താരി കമ്മീഷൻ വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെ പറ്റിയുള്ള പഠനം മുഖ്യ ലക്ഷ്യമാക്കിയ കമ്മീഷൻ ഏത്? DS കോത്താരി കമ്മീഷൻ. 10+2+3 വിദ്യാഭ്യാസ രീതി കൊണ്ടുവന്ന കമ്മീഷൻ ഏത്? DS കോത്താരി കമ്മീഷൻ. ഇനി 1882 ഒരു വിദ്യാഭ്യാസ കമ്മീഷൻ ഉണ്ടായിരുന്നു, ഹണ്ടർ കമ്മീഷൻ. പ്രൈമറി ആൻഡ് സെക്കൻഡറി വിദ്യാഭ്യാസം ശുപാർശ ചെയ്ത കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ. വർഷം 1882. UGC യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ രൂപീകരിക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷനാണ്. UGC യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ രൂപീകരിക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ. 1953 ഡിസംബർ മാസം 28 UGC യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ നിലവിൽ വന്നത്. UGC നിലവിൽ വന്ന വർഷം 1953 ഡിസംബർ മാസം 28 ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷന്റെ ശുപാർശ പ്രകാരം. ഓർക്കുക, ഇനി ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. SCERTയിലുള്ള കോട്ട. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്ന് പറഞ്ഞത് ഡോക്ടർ DS കോത്താരിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല ഏതാണ്? കൊൽക്കത്ത യൂണിവേഴ്സിറ്റി. 1857. ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല കൊൽക്കത്ത യൂണിവേഴ്സിറ്റിയാണ്. ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് ആരാണ്? ജോനാഥൻ ഡങ്കൻ. SCERT ഫാക്ട് ആണ്. ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് ജോനാഥൻ ഡങ്കൻ. കൽക്കട്ട മദ്രസ സ്ഥാപിച്ചത് ആരാ? വാറൻ ഹേസ്റ്റിംഗ്സ് ആണ്. ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടവർ എപ്പോഴും ചോദിക്കാറുണ്ട്. ബാലഗംഗാധര തിലക്, GG അഗാർക്കർ, മഹാദേവ ഗോവിന്ദ റാനഡെ. ചുവടെ തന്നിരിക്കുന്നതിൽ ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടവർ എന്നൊക്കെ പറഞ്ഞ് PSC ചോദിക്കാറുണ്ട്. ബാലഗംഗാധര തിലക്, GG അഗാർക്കർ, മഹാദേവ ഗോവിന്ദ റാനഡെ എന്നിവർ ചേർന്ന് രൂപീകരിച്ച സംഘടനയാണ് ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി. ഇനി ജാമിയ മിലിയ ഇസ്ലാമിയ, MA അൻസാരി, ഡോക്ടർ സക്കീർ ഹുസൈൻ എന്നിവരുടെ നേതൃത്വത്തിൽ ആരംഭിച്ച വിദ്യാഭ്യാസ കേന്ദ്രമാണ് ജാമിയ മിലിയ ഇസ്ലാമിയ. ഗാന്ധിജി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ പദ്ധതി ഏതായിരുന്നു? നയീം താലീം. അതായത് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമാണ് നയീം താലീം. വർഷം 1937. ഇനി ജവഹർലാൽ നെഹ്റു സർവകലാശാല സ്ഥാപിതമായ വർഷം 1969. 1969 ജവഹർലാൽ നെഹ്റു സർവകലാശാല സ്ഥാപിതമായത്.
വിദ്യാഭ്യാസത്തിന്റെ വേരുകൾ കയ്പ് നിറഞ്ഞതും ഫലം മധുരമുള്ളതുമാണ്. ആരുടെ വാക്കുകളായത്? അരിസ്റ്റോട്ടിലാണ് ഇപ്രകാരം പറഞ്ഞത്. വിദ്യാഭ്യാസത്തിന്റെ വേരുകൾ കയ്പ് നിറഞ്ഞതും ഫലം മധുരമുള്ളതുമാണ് എന്ന് പറഞ്ഞത് അരിസ്റ്റോട്ടിലാണ്. ഇനി വിദ്യാഭ്യാസ അവകാശ നിയമം റൈറ്റ് ടു എഡ്യൂക്കേഷൻ RTE പാസ്സാക്കിയതെന്ന 2009 ഓഗസ്റ്റ് മാസം 26 വിദ്യാഭ്യാസ അവകാശ നിയമം പാസ്സാക്കിയത്. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നതോ 2010 ഏപ്രിൽ 1 വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത്. പാസ്സാക്കിയത് ചോദിച്ചാൽ 2009 ഓഗസ്റ്റ് മാസം 26. ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ 11. ലോക അധ്യാപക ദിനം എന്നാണ്? ലോക അധ്യാപക ദിനം ഒക്ടോബർ 5 ദേശീയ അധ്യാപക ദിനം സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനം സെപ്റ്റംബർ 5, ലോക അധ്യാപക ദിനം ഒക്ടോബർ 5. അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം എന്നാണ് എപ്പോഴും ചോദിക്കാറുണ്ട്. ഫെബ്രുവരി 21 ഫെബ്രുവരി 21 അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം, ഫെബ്രുവരി 21. ഇനി തിരുവിതാംകൂർ സർവകലാശാല ആരംഭിച്ച വർഷം 1937. 1937 ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി ആരംഭിച്ചത്. തിരുവിതാംകൂർ സർവകലാശാല കേരള സർവകലാശാലയായി മാറിയ വർഷം 1957. കേരള യൂണിവേഴ്സിറ്റി ആയിട്ട് മാറിയത് 1957. കേരള സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ ആരായിരുന്നു? ഡോക്ടർ ജോൺ മത്തായി. തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ ആരായിരുന്നു? സർ CP രാമസ്വാമി അയ്യരായിരുന്നു തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ. കേരളത്തിൽ ആദ്യത്തെ SSLC പരീക്ഷ നടന്ന വർഷം ഏതാ? 1952. 1952 കേരളത്തിൽ ആദ്യത്തെ SSLC എക്സാം നടന്നത്. കേരള വിദ്യാഭ്യാസ ബില്ല് അവതരിപ്പിച്ച മന്ത്രി ആരാ? ജോസഫ് മുണ്ടശ്ശേരി. വർഷം 1957. 1957 ജോസഫ് മുണ്ടശ്ശേരിയാണ് കേരള വിദ്യാഭ്യാസ ബില്ല് അവതരിപ്പിച്ചത്. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ചെറുതുരുത്തി, തൃശൂർ. സ്ഥാപിച്ചത് ആരാണ്? വള്ളത്തോൾ നാരായണ മേനോൻ. സ്ഥാപിച്ച വർഷം 1930. ഇനി ഇന്ത്യയിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് 1854 വുഡ്സ് ഡെസ്പാച്ച് ആണ്. 1854 വുഡ്സ് ഡെസ്പാച്ച് ആണ് ഇന്ത്യയിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, വിവരാവകാശ നിയമത്തിനായി പ്രയത്നിച്ച രാജസ്ഥാനിലെ സംഘടന ഏതാണ്? മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ ആണ്. വിവരാവകാശ നിയമത്തിനായി പ്രയത്നിച്ച രാജസ്ഥാനിലെ സംഘടനയാണ് മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ. വിവരാവകാശ നിയമം പാസാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. വർഷം 1997. വിവരാവകാശ നിയമം പാസാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏത്? തമിഴ്നാടാണ്. വർഷം 1997. മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ ആണ് വിവരാവകാശ നിയമം പാസാക്കുവാൻ കാരണമായ സംഘടന. മസ്ദൂർ കിസാൻ ശക്തി സംഘത്തിന്റെ സ്ഥാപക ആരാ? അരുണ റോയി ആണ് മസ്ദൂർ കിസാൻ ശക്തി സംഘത്തിന്റെ സ്ഥാപക. എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് അരുണ റോയ്. ഇനി ഇന്ത്യൻ പാർലമെന്റിൽ വിവരാവകാശ നിയമം പാസാക്കിയ വർഷം ഏതാ? 2005 ജൂൺ മാസം 15. 2005 ജൂൺ മാസം 15 ഇന്ത്യൻ പാർലമെന്റിൽ വിവരാവകാശ നിയമം പാസാക്കിയത്. വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം 2005 ഒക്ടോബർ മാസം 12. 2005 ഒക്ടോബർ മാസം 12 വിവരാവകാശ നിയമം നിലവിൽ വന്നത്. വിവരാവകാശ നിയമത്തിലെ പട്ടികകളുടെ എണ്ണം എത്ര പട്ടികകളാണുള്ളത്? 2 പട്ടികകളാണ്. ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമമാണ് വിവരാവകാശ നിയമം. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭ്യമാക്കുന്നതിനായി അപേക്ഷിച്ച ആദ്യത്തെ വ്യക്തി ആരാണ്? ഷാഹിദ് റാസ ബർണയാണ് ആദ്യമായിട്ട് അപേക്ഷ കൊടുത്ത വ്യക്തി. ഇപ്പൊ വിവരാവകാശ അപേക്ഷ കൊടുത്തതിനു ശേഷം സമയപരിധിക്കുള്ളിൽ ശരിയായ വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അടക്കേണ്ട പിഴ എത്രയാണ്? ദിവസവും 250 രൂപയാണ് പിഴ അടക്കേണ്ടത്. അപ്പോൾ 250 മുതൽ 25,000 രൂപ വരെയാണ് പിഴ. 250 മുതൽ 25,000 രൂപ വരെയാണ് പിഴ. ഓക്കെ, അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഒരുപാട് പോയിന്റ്സ് റിലേറ്റഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ LDC LGS ക്ലാസ്സുകൾ നടന്നു വരികയാണ്. അഡ്മിഷൻ ക്ലോസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഇപ്പോഴും അഡ്മിഷൻ എടുക്കാവുന്നതാണ്. LGSന്റെ നോട്ടിഫിക്കേഷൻ ഉടനെ വരും. LDCയുടെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്ത ശേഷം ഉടനെ തന്നെ അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പ്ലേ സ്റ്റോറിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് ചെക്ക് ചെയ്താലും നിങ്ങൾക്ക് സെർച്ച് ചെയ്താലും ആപ്പ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.